നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സീബ്ര ലൈനുകളില്ല, ജീവൻ പണയം വെച്ച് വേണം തൃപ്രയാറിൽ റോഡ് മുറിച്ചു കടക്കാൻ. മലയാളികളെ വായനാശീലം പഠിപ്പിച്ച PN പണിക്കരുടെ സ്മരണയിൽ നാടെങ്ങും വായനാ ദിനാഘോഷം. കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി കോളേജ് വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേർ എക്സൈസിന്റെ പിടിയിലായി. വാർത്തകൾ വിശദമായി. ജീവൻ പണയം വെച്ച് വേണം തൃപ്രയാറിൽ റോഡ് കുറുകെ കടക്കാൻ. ദേശീയപാതയിൽ കാൽനടക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനായി ഇട്ടിരുന്ന സീബ്ര ലൈനുകൾ മാഞ്ഞുപോയതാണ് അപകടക്കെണിയാകുന്നത്. തൃപ്രയാർ ജംഗ്ഷനിലെ രണ്ടിടത്തും ബസ് സ്റ്റാൻഡ്, ക്ഷേത്രം റോഡ് എന്നിവിടങ്ങളിലെയും സീബ്ര ലൈനുകൾ മാഞ്ഞുപോയിട്ട് 1 വർഷത്തിന് മുകളിലായി. തിരക്കേറിയ തൃപ്രയാർ ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡിലും വലിയ അപകടമാണ് പതിയിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന സീബ്ര ലൈനിലെ മാഞ്ഞുപോയ വരകളിലൂടെ ആളുകൾ കടക്കാൻ ശ്രമിക്കുമ്പോൾ അത് സീബ്ര ലൈനെന്ന് മനസ്സിലാക്കാതെ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾ വേഗത കുറയ്ക്കാറില്ല. ഇത് പതിവായി അപകടങ്ങൾക്കും തർക്കങ്ങൾക്കും കാരണമാകാറുണ്ട്. ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ തോന്നിയ പോലെയാണ് പോകുന്നത്. ഇതിനിടയിൽ റോഡ് കുറുകെ കടക്കാൻ പെടാപ്പാട് പെടുകയാണ് കാൽനട യാത്രികർ. സ്കൂളുകളും കോളേജുകളും തുറന്നതോടെ വിദ്യാർത്ഥികളുടെ തിരക്കുമുണ്ട്. മുൻപ് ദേശീയപാത അധികൃതരും സന്നദ്ധ സംഘടനകളുമെല്ലാം സീബ്ര വരകൾ മായുമ്പോഴേക്കും തെളിയിക്കാറുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും ഒരു നടപടിയുമില്ല. സദാസമയവും തിരക്കനുഭവപ്പെടുന്ന തൃപ്രയാർ ജംഗ്ഷന്റെ ശോചനീയാവസ്ഥ പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാട്ടിക പഞ്ചായത്ത് അധികൃതരും ദേശീയപാത അധികൃതരും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. കാൽനട പോലും സാധ്യമാകാത്ത രീതിയിലാണ് റോഡും നടപ്പാതയും കയ്യേറിയുള്ള അനധികൃത പാർക്കിംഗ്. തകർന്നു കിടക്കുന്ന കാനകളുടെ സ്ലാബുകളിൽ തട്ടി ആളുകൾ വീഴുന്നതും പതിവാണ്. വാഹനങ്ങൾ ഇടിച്ചു തകർന്ന് വെറും ഇരുമ്പ് കഷ്ണങ്ങളായി കിടക്കുകയാണ് സിഗ്നലും ഡിവൈഡറും. പ്ലാസ്റ്റിക് വള്ളിയും കുപ്പിയുമൊക്കെ തൂക്കിയിട്ടാണ് ഡിവൈഡറിലെ പല ഭാഗങ്ങളും വഴി വേർതിരിക്കുന്നത്. പ്രശ്നങ്ങൾ യഥാസമയം അധികൃതരെ അറിയിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കാത്ത നാട്ടിക പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ കടുത്ത അമർഷമാണ് നാട്ടുകാർക്കുള്ളത്. കർക്കടക മാസത്തുണ്ടാകുന്ന ഭക്തജന തിരക്കിന് മുൻപായി സീബ്ര ലൈനുകൾ തെളിയിക്കണമെന്നും സ്ലാബുകൾ നേരെയാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി കോളേജ് വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേർ എക്സൈസിന്റെ പിടിയിലായി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവും ലഹരി മരുന്നും വിൽപ്പന നടത്തുന്നതിനിടെ 19 വയസ്സുള്ള പാലപ്പെട്ടി അറക്കൽ വീട്ടിൽ എഡ്വിൻ, 22 വയസ്സുള്ള പാലപ്പെട്ടി എടശ്ശേരി ശ്രീഹർഷൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2 കിലോയിലധികം കഞ്ചാവും 5 മില്ലിഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ വ്യാപകമാകുന്ന ലഹരി മാഫിയകളെ കണ്ടെത്തുന്നതിനായി വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. നാട്ടികയിലെ സ്വകാര്യ കോളേജിലെ BCom വിദ്യാർത്ഥിയാണ് എഡ്വിൻ. ഇയാളെ പിടികൂടി ചോദ്യം ചെയ്യുന്നതിനിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്താൻ സുഹൃത്തായ ശ്രീഹർഷന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലും കണ്ടെത്തുകയായിരുന്നു. ഒഡീഷയിൽ നിന്നാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. അന്വേഷണ സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ PK സുധീരൻ, KR ഹരിദാസ്, സിവിൽ എക്സൈസ് ഓഫീസർ MS നിഖിൽ, V രാജേഷ് എന്നിവരും ഉണ്ടായിരുന്നു. നമ്മുടെ നാടിനെ അറിവിന്റെ പ്രകാശത്തിലേക്ക് നയിച്ച ഗ്രന്ഥശാല സംഘത്തിന്റെയും സാക്ഷരതാ യജ്ഞത്തിന്റെയും അമരക്കാരൻ PN പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി നാടെങ്ങും ആചരിച്ചു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയ പരാതിക്കാരെ പുസ്തകം നൽകിയാണ് ഉദ്യോഗസ്ഥർ വരവേറ്റത്. വർഷങ്ങൾക്ക് മുൻപ് അന്തിക്കാട് സ്റ്റേഷനിൽ ആരംഭിച്ച ലൈബ്രറി സ്ഥലപരിമിതി മൂലം ഭാഗികമായാണ് പ്രവർത്തിച്ചിരുന്നത്. ഇത്തവണത്തെ വായനാ ദിനത്തോടനുബന്ധിച്ച് ബുധനാഴ്ച പുസ്തകങ്ങളെല്ലാം അടുക്കിവെച്ച് പോലീസ് വായനശാലയെ സജീവമാക്കി. അന്തിക്കാട് SHO വിനീഷ്, SI K ഷിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് വായനാ ദിനം ആചരിച്ചത്. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ വായനാ ദിനാചരണം ഫാദർ ജിയോ തെക്കിനിയത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി അധ്യക്ഷയായി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ ആന്റണി തോപ്പിൽ, അധ്യാപകരായ സിജി, അനു എന്നിവർ സംസാരിച്ചു. കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം എന്ന പദ്ധതിയിൽ കുട്ടികൾ പുസ്തകം കൈകളിലേന്തി പ്രതിജ്ഞയെടുത്തു. വായനാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് വായനയുടെ ആകാശം തൊട്ടറിഞ്ഞ് കഴിമ്പ്രം വിദ്യാലയത്തിലെ കുട്ടികൾ
LP, UP വിഭാഗത്തിലെ കുട്ടികളും വിദ്യാരംഗം കലാസാഹിത്യവേദിയിലെ കുട്ടികളും സംയുക്തമായിട്ടാണ് വായനയുടെ ആകാശം ഒരുക്കിയത്. പ്രധാനാധ്യാപിക ബീന ടി രാജൻ, PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത്, അധ്യാപകരായ PP ഷീബ, KS സിനി, VP കാവ്യ, KV അമ്പിളി, NA സുമിത, KB ലുബിത, TU മേഘ, ചന്ദന സിംഗ് എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം വിദ്യാലയത്തിലെ വായന മാസാചരണത്തിന് നമ്മളിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടിയാണ് നമ്മൾ ഈ മാസാചരണം ആഘോഷിക്കുന്നത്. നമ്മളുടെ കുട്ടികളെല്ലാം സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിലുള്ള നല്ല കുട്ടികളായിട്ട് വളരാൻ, അവരുടെ വായന വാനോളം ഉയരുവാനും അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിലെ വായനാ മാസാചരണത്തിന് ഒരു പുസ്തകം സ്കൂൾ ലൈബ്രറിയിലേക്ക് എന്ന പ്രവർത്തനത്തിലൂടെ തുടക്കം കുറിച്ചു. നാട്ടിക പഞ്ചായത്ത് 2ാം വാർഡ് അംഗം PV സെന്തിൽകുമാർ കുട്ടികളിൽ നിന്ന് പുസ്തകം സ്വീകരിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജിനി മുരളി അധ്യക്ഷയായി. പ്രധാനാധ്യാപിക CJ ജെന്നി, അധ്യാപകരായ അൻസ, PR പ്രിയ, CI ഷീല, മാതൃസംഗമം പ്രസിഡന്റ് സച്ചു ജയരാജ്, സ്കൂൾ ലീഡർ അലീന ജെയ്സൺ എന്നിവർ സംസാരിച്ചു. വായനാക്കുറിപ്പ് അവതരണം, കവിതാലാപനം എന്നിവയുമുണ്ടായി. BN പണിക്കരുടെ ഒരു നാമകരണത്തോടു കൂടിയാണ് നമ്മളുടെ ഈ വായനാ ദിനാചരണം ആരംഭിക്കുന്നത്. ഏകദേശം ഒരു മാസത്തോളം നമ്മളിവിടെ ഈ വായനാ ദിനാചരണം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ സജിനേജി ചോദിച്ചു, കുട്ടികൾ എത്ര പേര് ഇവിടെ ഡെയിലി പേപ്പർ അല്ലെങ്കിൽ പുസ്തകം ഉറക്കനെ വായിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ആരും കൈ വന്നിട്ടില്ല. ശ്രദ്ധിച്ചാ, പുസ്തകം വായിക്കുന്നവരുടെ ആരൊക്കെ വായിക്കുമെന്ന് ചോദിച്ചാൽ കൈ വന്നിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ ഡെയിലി മൊബൈലില് റീല് കാണുന്നവർ ആരൊക്കെ ഉണ്ട്? ഒന്ന് കൈ വന്നിച്ചേ. മൊബൈൽ കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് വായനാ ദിനം ആഘോഷിച്ചു. ചെറുകഥാകൃത്തും കവിയുമായ സുനിൽ വേളേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ജയലക്ഷ്മി, നൌഷാദ് പാട്ടുകുളങ്ങര, ഷിസ്മ പ്രശാന്ത്, ഷാജി ശാർക്കര, ജെയിൻ പ്രിയൻ എന്നിവർ സംസാരിച്ചു. CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകിയ പുസ്തകങ്ങൾ ചടങ്ങിൽ കൈമാറി. പ്രിയപ്പെട്ട PN പണിക്കർ 1926 ഒരു ഗ്രന്ഥശാല തുടങ്ങിയുണ്ടായി. അദ്ദേഹം അന്ന് നാട്ടിൽ എല്ലാ വീടുകളും പോയിട്ട് അങ്ങനെ പുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഒരു തുടക്കം കുറിച്ചത്. അന്ന് നാടിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ ഒരു ആശയം ഉൾക്കൊണ്ട് പലരും അത് തുടങ്ങിയ ശേഷം 1945 ഒരു ഗ്രന്ഥശാല സംഘം തന്നെ രൂപീകരിക്കുകയുണ്ടായി. അതിന് മുൻകൈ എടുത്തതും അദ്ദേഹം തന്നെയായിരുന്നു. ഈ കാലത്ത് വായന വളരെ കുറഞ്ഞുപോയി, വായന മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. വായന മറ്റൊരു രൂപത്തിൽ നമ്മുടെ പണ്ടൊക്കെ ഞാൻ ഗൾഫിലായിരുന്നു ഒരുപാട് കാലം. അപ്പോൾ ഇവിടുന്ന് എഴുത്തുകൾ വരിക. എടമുട്ടം SVUP സ്കൂളിൽ വായനാ ദിനം എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക KM മഹിജ അധ്യക്ഷയായി. മഹത്വം എന്താണ് എന്ന് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സുജൻ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായനാ വാരമാണ്. അതിന് തുടക്കം കുറിക്കുകയാണ് ഇന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വായനാ ദിനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ അർഹതപ്പെട്ട വ്യക്തിയല്ല. കാരണം ഞാൻ എന്തായി തീർന്നു അത് വായനയുടെ കിട്ടിയ ഒരാൾ. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. റിട്ടയേർഡ് സബ് രജിസ്ട്രാർ റിയാദ് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് RA ഷെരീഫ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ലത, VR അഹമ്മദ്, സ്മിത എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. ലൈബ്രറി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വായനാ സമരം നടത്തി. വർധനമെന്ന് ചില്ലറയല്ല.
RTI സംസ്ഥാന ചെയർമാൻ എൻസൺ ആന്റണി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷനായി. ഇ രമേശൻ, കിരൺ തോമസ്, ആഷിഖ് ജോസ്, അജു ഐക്കാരത്ത്, സുജിൽ കരിപ്പായി, ടിൻഡോ മാങ്ങൻ എന്നിവർ സംസാരിച്ചു. 360 രൂപയിലേക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ന് വായനാശീലം വളർത്തുക എന്ന് പറഞ്ഞ് എല്ലാ രീതിയിലും നമ്മൾ എല്ലാ ക്യാമ്പയിനും നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഇതിന് മാറ്റം വരുത്തിയിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനത്തെ ക്രൂരതകൾ നമ്മളോട് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല. അധികാരികൾ ഇതിനെതിരെ കണ്ണ് തുറക്കുക തന്നെ വേണം. ആ കണ്ണ് തുറക്കാത്തോളം കാലം ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഒരുമിച്ച് ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തിന്റെ പിന്നാലെ നിന്നുകൊണ്ട് ഇതിനെ എതിർക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ സമരം വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലെ തീപിടുത്തം ഒഴിവാക്കാൻ നാട്ടിക സ്വദേശി വികസിപ്പിച്ച സംവിധാനം ശ്രദ്ധേയമാകുന്നു. ഓട്ടോമൊബൈൽ ടെക്നീഷ്യനായ നാട്ടിക കളപ്പറമ്പത്ത് മുഹമ്മദ് നജീബാണ് ബാറ്ററി കട്ടിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത്. വാഹനങ്ങളിൽ ഇലക്ട്രിക് വയറുകൾ ഷോർട്ടായാൽ തീപിടുത്തമുണ്ടായി വാഹനങ്ങൾ പൂർണ്ണമായും കത്തുന്നത് പതിവാണ്. എന്നാൽ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് വാഹനത്തിൽ ഘടിപ്പിച്ചാൽ തീപിടുത്തത്തിന് തടയിടാൻ കഴിയും. വയർ കത്തുന്ന മണം അറിഞ്ഞാൽ ഉടൻ തന്നെ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് പ്രവർത്തിപ്പിച്ചാൽ വാഹനത്തിനുള്ളിലെ എല്ലാ ഇലക്ട്രിക് പ്രവർത്തനങ്ങളും നിശ്ചലമാവും. ബാറ്ററിയായും ആൾട്ടർനേറ്ററുമായും ബന്ധപ്പെടുത്തിയാണ് ഈ സിസ്റ്റം മുഹമ്മദ് നജീബ് പരീക്ഷിച്ചത്. ഇതുമൂലം ബാറ്ററിയുമായുമുള്ള ബന്ധം മാത്രമല്ല, കാറിന്റെ എഞ്ചിന്റെ പ്രവർത്തനമടക്കം നിലക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. വാഹനം ഓടിച്ചു നോക്കണം കേട്ടോ. കാരണം നമ്മളിത് റണ്ണിങ്ങിൽ വണ്ടി ഇതേപോലെ പോകുന്ന സമയത്ത് ഫയർ ആവണം വെച്ചാൽ അവിടെ സ്റ്റോപ്പ് ആവണം, എല്ലാ കണക്ഷൻസിലും സ്റ്റോപ്പ് ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം കേട്ടോ. ഇപ്പൊ ഓൾറെഡി വണ്ടി റണ്ണിങ്ങിലാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ എന്തെങ്കിലും നമുക്കൊരു ഫയറിന്റെ എന്തെങ്കിലും സ്മെല്ലോ പുകയോ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ജസ്റ്റ് ഇത് ഓഫ് ചെയ്താ കണ്ട വാഹനം ഓഫായി. അല്ല, ഇതുപോലെ നമുക്ക് വാഹനങ്ങൾ ഷോർട്ട് സർക്യൂട്ട് വരാം കേട്ടോ. കാരണം ബോഡിയിൽ എവിടെ ടച്ച് ആയാലും ഈ ഒരു സിറ്റുവേഷനൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വയർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും നമ്മൾ ഷോർട്ട് ആവുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത് ഫുള്ളായിട്ട് കത്തി, അതായത് ഫസ്റ്റ് കണ്ട ഇപ്പോൾ സ്ലീവ് ഓൾറെഡി ഉരുകി തുടങ്ങി, സ്മെല്ല് വന്നു തുടങ്ങി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ബ്രേക്കർ ജസ്റ്റ് കണ്ടാ ഇത് ഓഫ് ചെയ്താൽ പിന്നെ ഇതിലേക്ക് സപ്ലൈ ഇല്ല, അവിടെ ഡിസ്കണക്റ്റ് ആയത്. അത് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായാലും ഇത് ഫുൾ ഡിസ്കണക്റ്റ് ആയി. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓൾട്ടർനേറ്ററിൽ നിന്ന് കറണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുവരെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ബാറ്ററി മാത്രമല്ല. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനം വാഹനങ്ങളിൽ പരീക്ഷിക്കുന്നത്. ഒരു ബ്ലോഗർ കൂടിയായ മുഹമ്മദ് നജീബ് തന്റെ കാറിൽ ബാറ്ററി കട്ടിംഗ് സിസ്റ്റം ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് വിവരിക്കുന്നതുമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ വീഡിയോയ്ക്ക് മികച്ച പ്രതികരണമാണ് ഉണ്ടായത്. അടുത്തിടെ നജീബിന്റെ സുഹൃത്ത് കാറിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഇദ്ദേഹം ഈയൊരു സംവിധാനത്തിനായി പ്രയത്നിച്ച് വിജയത്തിലെത്തിച്ചത്. വാഹനങ്ങളെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു വയർ പെട്ടെന്ന് കരിയുക അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ പുക വരുന്ന സമയത്ത് സഡൻലായിട്ട് മാനുവലായിട്ട് ബ്രേക്ക് ചെയ്യാനുള്ളൊരു ബാറ്ററി കട്ട് ഓഫ് സിസ്റ്റം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു സഹോദരൻ കാറ് ഇതേപോലെ തീ പിടിച്ചിട്ട് മരണപ്പെട്ടു. അപ്പോൾ ആ ഒരു നിമിഷത്തിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ നമ്മളിത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററിനെയും ഓൾട്ടർനേറ്ററിനെയും സഡൻലി ആയിട്ട്, അതായത് വാഹനങ്ങൾ തീ പിടിക്കുന്ന സമയത്ത് സഡൻലി ആയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാണ് ഈ നമ്മൾ ഈ ഒരു മാനുവൽ സിസ്റ്റം വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മളെ FBയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത്. ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഇത് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുതുതായി വരുന്ന വാഹനങ്ങളിൽ ഇത് കമ്പനി തന്നെ ഫിക്സ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇത് നമ്മളെ വാഹനത്തിൽ ഫിക്സ് ചെയ്താൽ തന്നെ ഇതുപോലെ പെട്ടെന്നൊരു ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കോപ്പർ വയറാണ് വയറിൻ്റെ ഉള്ളിൽ വരുന്നത്. അതിൻ്റെ ഔട്ടറായിട്ട് വരുന്ന സ്ലീവുകളാണ്. ഫസ്റ്റ് ഒരു വയർ ഷോർട്ട് ആകും, ബോഡിയുമായി ടച്ച് ആയിട്ട് ഷോർട്ട് ആകുമ്പോൾ ആദ്യം ആ സ്ലീവ് ഉരുകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് സ്മെല്ല് വരും, പിന്നെ അതിന് പുക വരും. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഈ ബ്രേക്കർ ഓഫ് ചെയ്യണം. ഫയർ കൂടുതലായി വന്നാൽ നമുക്ക് ഈ ബ്രേക്ക് സിസ്റ്റം നമുക്കധികം യൂസ് ആവില്ല. 3-4-5 വർഷം കഴിയുമ്പോഴാണ് വാഹനങ്ങൾ ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. കാരണം നമ്മൾ ഗ്യാരേജുകളൊക്കെ പോയി പല ഗ്യാരേജുകളിൽ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇതേപോലെ വയറിൻ്റെ സ്ലീവൊക്കെ പോയിട്ട് ബോഡി ഷോട്ട് വന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം എല്ലാ വാഹനങ്ങളിലും വരണം. ഇപ്പോൾ ഉള്ള വാഹനങ്ങളിൽ എല്ലാത്തിലും ഫിക്സ് ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്.
വലപ്പാട് കാർ AC വർക്കും അലങ്കാര മത്സ്യങ്ങളുടെ പാർക്കും ഐറ ഡിസൈൻ എന്ന വസ്ത്രങ്ങളുടെ ഷോപ്പും നടത്തിവരികയാണ് നജീബ്. ഭാര്യ ഷമീറയാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. വിദ്യാർത്ഥികളായ നസ്ലി, നസ്രി എന്നിവർ മക്കളാണ്. ഇനി വിദ്യാലയങ്ങളിലൂടെ. ഏഴാമത് ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരത്തിൻ്റെ വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്നെത്തി നിൽക്കുന്നത് വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂളിലാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങാനുള്ള ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് 1993 സെപ്റ്റംബർ 6 കാർമൽ സെൻട്രൽ സ്കൂളിൻ്റെ ചെറിയ തുടക്കം. തൃശ്ശൂരിലെ കാർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇത് നടത്തുന്നത്. CBSE ന്യൂഡൽഹി അനുശാസിക്കുന്ന സിലബസ് അനുസരിച്ച് KG സ്റ്റാൻഡേർഡ് 1 മുതൽ സ്റ്റാൻഡേർഡ് 12 വരെ പ്രവർത്തിക്കുന്നു. 2003 സെക്കൻഡറി സ്കൂളിനും 2005 ഹയർ സെക്കൻഡറി സ്കൂളിനും NOCയും അഫിലിയേഷൻ ലഭിച്ചു. 56 ക്ലാസ് മുറികളുള്ള 4 നില കെട്ടിടം ഉൾപ്പെടുന്നു. 5 ലബോറട്ടറികൾ, ലൈബ്രറി, സെമിനാർ ഹാൾ, ഓഡിറ്റോറിയം, ആക്ടിവിറ്റി റൂം, സ്പോർട്സ് റൂം, ഡിജിറ്റൽ ക്ലാസ് മുറികൾ, SUPW റൂം, ബാസ്കറ്റ്ബോൾ കോർട്ട് സൗകര്യവും ഇവിടെയുണ്ട്. ഞാൻ സിസ്റ്റർ മാഗി ജോസ്, വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ. 2023-24 വർഷത്തിൽ SSCക്കും +2നും 100% വിജയവും ഓരോ വിദ്യാർത്ഥിക്ക് വീതം ഫുൾ A1 ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. കാർമൽ സെൻട്രൽ സ്കൂൾ ആരംഭിച്ചിട്ട് 31 വർഷം പിന്നിടുമ്പോൾ SSC ബാച്ച് ആരംഭിച്ച വർഷം മുതൽ ഇന്ന് വരെയും +2വിൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും 100% വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നത് അഭിമാനത്തോടെ ഓർക്കുന്നു. ഈ വിജയത്തിന് പിന്നിൽ അധ്വാനിച്ച അധ്യാപകർക്കും അനധ്യാപകർക്കും മാതാപിതാക്കൾക്കും മുൻ പ്രിൻസിപ്പൽമാർക്കും മാനേജർമാർക്കും നന്ദി പറയുന്നതോടൊപ്പം അവർക്ക് ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. എൻ്റെ പേര് ജയൻ ജാക്സൺ, 10ാം ക്ലാസ് ഫുൾ A+ ഉണ്ട്. എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് എന്ത് പ്രശ്നമെങ്കിലും സ്കൂളിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പേരൻസ്, ഇവിടുത്തെ ആൻറ്റിമാർ, ഇവരെല്ലാം സപ്പോർട്ട് ചെയ്ത് മാത്രമല്ല ഞങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നന്നായി പഠിപ്പിച്ച ടീച്ചിങ് ആയിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ലഭിച്ച. എൻ്റെ പേര് ഐഷാനൂറ ഷെരീഫ്. ഞാൻ കാർമൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു. ഇവിടെ നമ്മൾക്കിപ്പോൾ എക്സാമിന് ഞങ്ങൾക്ക് 90% എബവ് ഉള്ള പിള്ളേരുണ്ട് എല്ലാവരും. നമുക്കിപ്പോൾ +2ന് 90% എബവ് കിട്ടാൻ എല്ലാ സപ്പോർട്ടും നമ്മുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ എന്ത് സംശയം ഡൗട്ട്സൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഏത് നേരത്തും ടീച്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇത്രയും നല്ലൊരു വിജയം ഉണ്ടാവാൻ സാധിച്ചത്. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള TMC ഗ്രാമീണ 7ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തോടനുബന്ധിച്ച വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് എടശ്ശേരി CSM സെൻട്രൽ സ്കൂളിലാണ്. ഞാൻ ദിനേഷ് ബാബു, CSM സെൻട്രൽ സ്കൂൾ ഇടശ്ശേരിയുടെ പ്രിൻസിപ്പളാണ്. കഴിഞ്ഞ 13 വർഷമായി ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പളായിട്ട് തുടരുകയാണ്. ഈ CBSE സ്കൂളുടെ ഇടയിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് CSM സെൻട്രൽ സ്കൂൾ. കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും പരിശീലനവും നൽകുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് CSM സെൻട്രൽ സ്കൂൾ. ഈ വർഷം 100% വിജയമാണ് നമുക്ക് 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ലഭിച്ചത്. ഇതെല്ലാ വർഷവും ഇതുപോലത്തെ വിജയമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സഫിയ റഹ്മാൻ, CSM സെൻട്രൽ സ്കൂളിൻ്റെ ചെയർപേഴ്സണാണ്. CSM എന്ന് വെച്ചാൽ സയ്യിദ് മുഹമ്മദ് ഹാജി മെമ്മോറിയലാണ്. ഈ സ്കൂളിൽ എല്ലാ വർഷത്തെ പോലെയും 10th-ഉം 12th-ഉം നല്ല വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. അതിന് സാഹചര്യമൊരുക്കിയ എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. പ്രിൻസിപ്പലിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാം കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ CM നൗഷാദ്, ഈ വിദ്യാലയത്തിൻ്റെ CSM സെൻട്രൽ സ്കൂളിൻ്റെ സെക്രട്ടറിയാണ്. 34ാമത്തെ വർഷമാണ് ഈ വിദ്യാലയം ഇവിടെ ആരംഭിച്ചത്.
തീരദേശ മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്ന CBSE വിദ്യാലയത്തിലൊന്നാണ് CSM സെൻട്രൽ സ്കൂൾ. കഴിഞ്ഞ 30 വർഷത്തോളമായി ഈ സ്കൂളുമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിരവധി വർഷമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 10th നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ 100% വിജയമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് നല്ല ടീം വർക്കോടുകൂടി അധ്യാപകരും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള പേരൻസും എല്ലാം ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടിംഗ് ഉണ്ട്. മികച്ച തീരദേശ വിദ്യാലയമായി മാറ്റാൻ ഞങ്ങൾ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം TMCയും തീരദേശത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചാനലായ ഓർബിറ്റ് ഗ്രാമ്യ ഈ വർഷം കൊടുക്കുന്ന വിദ്യാഭ്യാസ പുരസ്കാരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, എൻ്റെ പേര് ഷൗക്കത്ത് അലി. എടശ്ശേരി CSM സെൻട്രൽ സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. CSM സ്കൂളിൽ കഴിഞ്ഞ 7 വർഷമായി PTA പ്രസിഡൻ്റായിട്ടും 12 വർഷത്തോളമായി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും പ്രവർത്തിക്കുന്നത്. ഈ സ്കൂളിൻ്റെ പ്രവർത്തനം നമ്മുടെ തീരദേശ പ്രദേശത്ത് ഏറ്റവും മാതൃകാപരമായ രീതിയിലാണ് സ്കൂളിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടികളുടെ ഈ വർഷത്തെ വിജയവും അവിടെ മാർക്കിൻ്റെ ശതമാനമൊക്കെ വളരെ ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. ഞാൻ ഹസീന താജുദ്ദീൻ, സ്കൂളിൻ്റെ മദർ PTA. എൻ്റെ 2 മക്കൾ 12 വർഷമായി ഇവിടെ പഠിക്കുന്നുണ്ട്. മികച്ച വിദ്യാഭ്യാസമാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. നല്ല വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ദാന RS ഫ്രം CSM സെൻട്രൽ സ്കൂളിലാണ്. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഇവിടെയാണ് പഠിക്കുന്നത്. പുതിയ 10th കഴിഞ്ഞു, +1ലാണ്. ഞാൻ 10th കഴിഞ്ഞിട്ട് വേറെ എനിക്ക് ഈ ഒരു ഭാഗത്ത് ഈ സ്കൂളിലോട് തന്നെയാണ് കൂടുതൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 10th കഴിഞ്ഞിട്ട് വേറെ എവിടെയും ജോയിൻ ചെയ്യാൻ ഒരു താല്പര്യം കാണിച്ചില്ല. ഇവിടെ തന്നെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ ടീച്ചേഴ്സായാലും പ്രിൻസിപ്പളായാലും everyone is very good and നമുക്ക് എല്ലാവരും സപ്പോർട്ടീവാണ്. എൻ്റെ പേര് റയ്യാൻ. ഞാനിവിടെ +2 കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഞാൻ ഈ വർഷം 2023-24 +2 മികച്ച വിജയം നേടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് ഇവിടുത്തെ ടീച്ചേഴ്സിനോടാണ്. ഏത് സമയത്ത് എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ ഏത് രീതിയിലുള്ള പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിലായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പാരൻസിനോടാണ് എനിക്ക് അധികം നന്ദിയുള്ളത്. എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാതെ എനിക്ക് അത് സാധിച്ചു തരുന്ന എൻ്റെ പാരൻസിനോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള TMC ഗ്രാമ്യ 7ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിലാണ്. വിദ്യാഭ്യാസത്തിൽ വേറിട്ട കാഴ്ചപ്പാടുള്ള തൃപ്രയാറിലെ പെർസെപ്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ ആദ്യ ശ്രമമാണ് ലെമർ പബ്ലിക് സ്കൂൾ. തൃപ്രയാറിൻ്റെ മനോഹരമായ തീരപ്രദേശത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2005 ജൂൺ 6 പ്ലേ ക്ലാസ് മുതൽ 6 വരെയുള്ള വിവിധ കോഴ്സുകളിലേക്ക് 750 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയാണ് സ്കൂൾ ആരംഭിച്ചത്. പ്ലേ ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിവിധ ക്ലാസുകളിലായി ഏകദേശം 2300 വിദ്യാർത്ഥികളോടെയാണ് ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ലെമർ പബ്ലിക് സ്കൂൾ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡായ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനുമായി അഫിലിയേറ്റഡ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇത്. ഇന്ത്യയിലെ 13,000-ലധികം സ്കൂളുകൾ ബോർഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആധുനികമായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി വളരെ വിശാലമായ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ സ്കൂൾ അനുഭവം നൽകുന്നു. ഞാൻ മിസ്സസ് ഗെയ്നി മൈക്കൽ, ലെമർ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളാണ്. 14ാമത്തെ 10ാം ക്ലാസ്സിലെ ബാച്ചും 9 വർഷം 12ാം ക്ലാസ്സിലെ ബാച്ചും നല്ല ഉന്നത വിജയം നേടിയിരിക്കുന്ന ഈ അവസരത്തിൽ പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിലെ എല്ലാ മെമ്പേഴ്സിനും, ഞങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റമായ എല്ലാ പേരൻസിനും, പിന്നെ ഒരുപാട് ഹാർഡ് വർക്കിങ്ങും ഡെഡിക്കേറ്റഡുമായുള്ള ഞങ്ങളുടെ ഓരോ ടീച്ചേഴ്സും ഓരോ കുട്ടികളുടെയും കഠിനാധ്വാനത്തിൻ്റെ ഒരു വിജയമാണ് ഞങ്ങളിന്ന് ആഘോഷിക്കുക. അതിനെ ഞങ്ങളെ സഹായിച്ച എല്ലാ പേരൻസിനും ഈ നാട്ടുകാർക്കും ഞങ്ങളുടെ നന്ദി. ലെമറിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ കുതിപ്പിലും കിതപ്പിലും മാനേജർ നൽകി പങ്കാളിയായ
എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു സന്ദർഭമാണിത്. കഴിഞ്ഞ 2010 മുതൽ CBSEയുടെ 10ാം ക്ലാസ്സും 2016 മുതൽ CBSEയുടെ 12ാം ക്ലാസ്സും പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന ഈ സ്ഥാപനം അതിൻ്റെ തുടക്കം മുതൽ 100% പാസ് നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് സഹായിച്ച അധ്യാപകരെയും മറ്റുള്ളവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഹായ്, എൻ്റെ പേര് മിൻഹ സമീർ. ഞാൻ ലെമർ പബ്ലിക് സ്കൂളിലത്തെ ടോപ്പറാണ്. 96.6% കിട്ടിയിട്ടാണ് ഞാൻ ടോപ്പറായത്. ഇതെനിക്ക് നേടാൻ പറ്റിയത് നമ്മുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും സ്റ്റാഫും പിന്നെ അതുപോലെ ഫ്രണ്ട്സും എൻ്റെ പാരൻസും എല്ലാം കാരണമാണ്. അവരെപ്പോഴും കണ്ടിന്യൂസ് സപ്പോർട്ടായിരുന്നു. എൻ്റെ പേര് യൂസഫ് സിദാൻ. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ SSC പരീക്ഷയിൽ ഫുൾ A+ഓടുകൂടി സെക്കൻഡ് ടോപ്പറായി. എനിക്ക് 95.8% ഉണ്ടായിരുന്നു. എനിക്ക് വിജയം നേടാൻ എന്നെ സഹായിച്ചത് എൻ്റെ സ്കൂളിലെ എല്ലാ ടീച്ചർമാരും എൻ്റെ പാരൻസുമാണ്. അവരെല്ലാവരും പരീക്ഷ കഴിയുന്നത് വരെ എൻ്റെ പിന്നാലെ നിന്ന് നടന്ന് എനിക്ക് മോട്ടിവേഷൻ തന്നിട്ടാണ് ഞാൻ ഈ വിജയം കൈവരിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സീബ്ര ലൈനുകളില്ല, ജീവൻ പണയം വെച്ച് വേണം തൃപ്രയാറിൽ റോഡ് മുറിച്ചു കടക്കാൻ. മലയാളികളെ വായനാശീലം പഠിപ്പിച്ച PN പണിക്കരുടെ സ്മരണയിൽ നാടെങ്ങും വായനാ ദിനാഘോഷം. കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി കോളേജ് വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേർ എക്സൈസിന്റെ പിടിയിലായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.